നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ SFIക്കാർ വീണ്ടും ചെറ്റത്തരം കാണിച്ചിരിക്കുകയാണ്. അല്ല, അവരെ ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശവസംസ്കാരം നടത്തുക എന്നുള്ളത് പണ്ട് മുതലുള്ള ഒരു ആചാരമാണ്. MA ബേബി സാഹു കണ്ട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആർട്ട് ഇൻസ്റ്റലേഷൻ. അതാ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ വനിതകളാണ് ഈ ശവക്കുഴി വെച്ചിട്ട് അതിന് മേളിൽ റീത്ത് വെച്ച് കുരുത്തോലയൊക്കെ ശാലേ ടീച്ചർ തുടങ്ങിയ ടീച്ചർമാരൊക്കെ ഒന്നും ഇതിലൊന്നും പറയാനില്ല. ഈ കോളേജ് ഈ അധ്യാപികമാരും പ്രിൻസിപ്പലിനെയും വൈസ് ചാൻസലറെയൊക്കെ പിടിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംസ്കാര ചടങ്ങ് നടത്തുക എന്നുള്ളത്. അല്ല, ഇതിപ്പം കാലടി VC ആണ് അല്ലേ? സിസ തോമസ് നേരത്തെ ഇവരുടെ കണ്ണിലെ കരടാണ്. പിണറായിയുടെ സർക്കാരിന്റെ കാലത്തെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അവരൊരുപാട് ഫൈറ്റ് ചെയ്തിരുന്നു, അവർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് ഇന്നലെ കാണിച്ചത്. ശരിക്കും നമ്മൾ ഇതിനെ പറയേണ്ടത് തെണ്ടി ആഭാസത്തരം എന്നൊക്കെ, ആഭാസത്തരം എന്നാണ് പറയേണ്ടത്. കാരണം സ്ത്രീ വിരുദ്ധം. ഈ പാർട്ടിയിലെ കുറെ എണ്ണം സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വഴിയിലെത്തിക്കാനും കൊടിപിടിക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ. എന്നിട്ട് അത് ഇത്രയും പരസ്യമായിട്ട് അവമാനിച്ചിട്ട് എന്നിട്ട് ഈ പിന്നെ മെഴുകുതിരി കടിച്ചോ തന്നെ അതിനൊക്കെ ഞാൻ വയറ്റി കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നെ ഈ ജാതി പറഞ്ഞ ആക്ഷേപിച്ച് പണ്ട് റഹീമിന്റെ നേതൃത്വത്തിൽ ഒരു പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തു. സർവീസസ് ഡയറക്ടർ ഡോക്ടർ വിജയലക്ഷ്മി അവർക്കിപ്പോ ഒരു അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടറായിട്ടോ മറ്റോ നിയമിച്ചിട്ടുണ്ട് ഈ കേരള സർവകലാശാല. അതിനെതിരെ എനിക്ക് തോന്നുന്നു ആശാന്മാർ വീണ്ടും ഇറങ്ങി കാണും മിക്കവാറും. ഇപ്പൊ കാലടി സംസ്കൃത സർവകലാശാലയില് സിസ തോമസിനെതിരെ ശവസംസ്കാരം, പ്രതീകാത്മക ശവസംസ്കാരം എന്നാണ് ഉണ്ട്. എന്നിട്ട് ഒപ്പീസ് അവര് ക്രിസ്ത്യാനിയാണ്, ജാതി എന്താണെന്ന് അന്വേഷിച്ചു. അതാണല്ലോ പ്രധാനം. ജാതിയാണ്. അവിടെയാണ് പിന്നെ മതേതരവാദികളായിട്ടുള്ള SFIക്കാരുടെ വർഗീയത തൊലയട്ടെ എന്നെഴുതും. വർഗീയത തൊലയട്ടെ. അത് വലിയ കോമഡിയാണ്. എന്താണെന്നറിയാമോ, ഇവർ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവരുടെ ജാതി കല്യാണം കഴിക്കാൻ സമ്മതിക്കുള്ളൂ. മക്കളെ എനിക്ക് എത്ര പേരെ അറിയാം മറ്റേ ജാതി പ്രേമിച്ച പെമ്മക്കളെ വീട്ടിൽ കഥവും പൊട്ടി ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് സ്വന്തം ജാതി പട്ടനെ കെട്ടിച്ചു കൊടുത്ത് ഇറങ്ങിയിട്ട് മല്ലവന്റെ മക്കള് അന്യജാതി പട്ടനെ പോയ ഗംഭീര സംഭവം. എന്നിട്ട് ഇവരോട് നിങ്ങൾ എഴുതൂ, ഭിത്തിയിൽ ആഞ്ഞാഞ്ഞെഴുതൂ, വർഗീയത തുലയട്ടെ. ഏത് വർഗീയത എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പഴയ കാലത്ത് രസമേധാവിന്റെ മകളുടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ എല്ലാം ആദ്യം ഒറിജിനൽ പേര് വേറെന്നാണ്, പക്ഷെ ആ പേരിനോട് ജാതി മത്സരിച്ചില്ല, സീറ്റ് കൊടുത്തില്ല. ഈ വർഗീയത തുലയട്ടെ ഈ അഭിമന്യുവിനെ മഹാരാജാസ് കോളേജ് വെച്ച് കുത്തി കൊലപ്പെടുത്തിയ സമയത്താണ്, ഇവർ ഈ അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയ സമയത്താണ് വർഗീയത തുലയട്ടെ. സമാനമായ രീതിയിൽ അതിനു മുമ്പ് കൊല ചെയ്യപ്പെട്ട ഒരു യുവാവുണ്ട്, വിശാൽ, ചെങ്ങന്നൂർ, കോട്ട മുളക്കഴയുള്ള ഒരു പയ്യനാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ മുന്നിൽ വെച്ച്, ഞാൻ പഠിച്ച കോളേജാണ് ക്രിസ്ത്യൻ കോളേജിന്റെ മുന്നിൽ വെച്ച് ഈ പയ്യനെ SDPIക്കാർ കുത്തിക്കൊന്നു. പക്ഷെ ആ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിടുകയും ചെയ്തു. സ്വാഭാവികം മാത്രമാണ്, കാരണം ഇവരെ രക്ഷിക്കണമല്ലോ പറ്റും. അഭിമന്യുവിന്റെ സംഭവിച്ചത് പാർട്ടിക്ക് നല്ല കൊയ്ത്തായിരുന്നു, നല്ലൊരു പൈസ ഉണ്ടായി. ഇന്നിപ്പോ നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അഭിമന്യുവിന്റെ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള സകല നീക്കവുമായിട്ടുണ്ട്. ഇവന്മാർ കോടതി ഹാജരാകത്തില്ല, നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിട്ട് ഹാജരാകുന്നില്ല. ഇവർക്ക് വേണ്ട സഹായം പല സൈഡിൽ നിന്നും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അന്നാണ് ഈ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് ഈ ആശാന്മാർ SFIക്കാർ നമ്മൾ പറഞ്ഞു തന്ന സാഹചര്യം ഡോക്ടർ സിസ തോമസിന്റെ ജാതി എന്താണെന്ന് അവർ പെട്ടെന്ന് പേരിട്ടോ മനസ്സിലായി. ആ ജാതി അനുസരിച്ചുള്ള പ്രാർത്ഥനയും കൂടി വർഗീയതക്കെതിരെയുള്ള ഇവരപ്പ. പക്ഷേ ഇതേ അവസ്ഥയിൽ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ ഇവർ ചെയ്യും, വേറെ അറിയും, അത്രേ ഉള്ളൂ. ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ഇവര് അതിന്റെ പ്രാർത്ഥന ചൊല്ലും. ആ രീതിയിൽ ഇതിപ്പോ ഒപ്പീസ് പാട്ടാണ്, ഒപ്പീസ് പാട്ട് ചൊല്ലി. അതും ആദിശങ്കരന്റെ പ്രതിമയുടെ മുന്നിൽ വെച്ചാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ശങ്കരാചാര്യരുടെ പ്രതിമയുടെ മുന്നിൽ വെച്ചാണ് ഈ സംസ്കാര വേദി ഒരുക്കി അവർ ഈ പാലക്കാട് വിക്ടോറിയ കോളേജിലും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലുമായിരുന്നു ഇവർ കുഴി വെട്ടി മൂടുകയാണ്. നിങ്ങളെ ഞങ്ങൾ കുഴിച്ചു മൂടും എന്ന് വെച്ചാൽ പ്രതീകാത്മകമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങളെ കൊന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ നേരിട്ട് കൊല്ലില്ല. തൽക്കാലം നിങ്ങളെ കൊല്ലുന്നതിന് സമമായിട്ട് നിങ്ങൾ ചത്തതായി കണക്കാക്കിക്കൊള്ളുക, പിന്നെ നിങ്ങളെ ഞങ്ങൾ കുഴിച്ചു മൂടി. ഈ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ചേച്ചിമാരൊന്നും അവിടെയും ചെന്നിട്ടില്ലെന്നോ കേട്ടോ അവര്. പക്ഷെ ഇവിടെ സിസ തോമസിന്റെ കാര്യത്തിൽ ഇവന്മാർ കുരിശ് നാട്ടിയൊന്നും അറിയത്തില്ല. കുരിശ് നാട്ടിയിരുന്ന ചിലപ്പോൾ കുരിശ് കിട്ടിയിട്ടില്ല. കുരിശ് നാട്ടാൻ ഞാൻ മനഃപൂർവ്വം കുരിശ് നാട്ടിയ പണി പാടും. അത് ശരിയാണ്. അത് പിന്നെ വേറൊരു തലത്തിലേക്ക് പോകും. അല്ല, ഈ ഇടതുപക്ഷ പാർട്ടിയുടെ വനിതാ നേതാക്കന്മാരുടെ ഒരു പ്രതികരണം കണ്ടില്ലല്ലോ. ഇല്ല, ആരും. അല്ല, അത് വേറൊരു കാര്യം അറിയത്തില്ലേ, അർഹിക്കപ്പെടുന്നതാണ് അവരത്. അപ്പൊ പിന്നെ അത് വേണം. ഇപ്പൊ ഓർക്കുന്നില്ലേ,
എടാ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി മരിച്ചു പോയപ്പോ നീയൊക്കെ ഇത് അർഹിക്കുന്നു. സാംസ്കാരിക നായിക ഉണ്ട് നമ്മളെ പേര് പറയണ്ട, നീയൊക്കെ ഞങ്ങളുടെ സഖാവിനെ എല്ലാം വെള്ളം കയറി ചത്തോട്ടെ, നമ്മുടെ സഖാവിനെ ഭരണത്തിൽ കയറ്റാത്ത നീയൊക്കെ മുടിഞ്ഞോണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു സാഹിത്യ ഞങ്ങളുടെ സഖാവിന്റെ കൊള്ളസങ്കേതത്തിലേക്ക് കൊള്ളയടിക്കാനുള്ള 5 വർഷം കൂടിയാണ് നിങ്ങൾ കളഞ്ഞത്. നിങ്ങളൊന്നും ഒരിക്കലും ഗുണം പിടിക്കുക. നിന്റെയൊക്കെ അണ്ണാക്കി വെള്ളം കയറി നീയൊക്കെ നീയൊക്കെ നന്നാകെ പിന്നെ സേവ് ചെയ്യാൻ വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞ ടീമുകളുള്ള സ്ഥലത്താണ് ഈ ആർട്ട് ഇൻസ്റ്റലേഷൻ ഇവർ എതിർക്കും. ഈ സിസ തോമസ് അവര് സത്യം പറഞ്ഞാൽ വളരെ ഉന്നതമായ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള വളരെ സാധാരണ കുടുംബം ജനിച്ച് വളരെ ഹാർഡ് വർക്കിലൂടെ കഠിനാധ്വാനത്തിൽ ഉയർന്നു വന്ന ഒരാളാണ്. അവരെ BC ആക്കിയപ്പോൾ അത് മിനിമം മര്യാദ കാണിക്കണ്ടേ? അല്ലെങ്കിൽ മാത്രമല്ല സിൻഡിക്കേറ്റ് മെമ്പർമാരെ മുറിക്കാത്തിട്ട് പൂട്ടിയവർ. അല്ല, അത് വാഴക്കൊല PhD അല്ല അവരുടെ വാഴക്കൊല PhD അല്ല അവരുടെ. അതൊക്കെ പഠിച്ചത് അവർക്ക് ചുമതല ഉണ്ടായിരുന്നത് കേരളത്തിൽ ചുമതല ഉണ്ടായിരുന്നപ്പോഴേ ഇവരെ ഒരു കളി നടന്നിട്ടില്ലായിരുന്നല്ലോ. അന്ന് അവിടെ ചെന്ന് വല്ല കാണിക്കാൻ നോക്കി, മൈൻഡ് ചെയ്തില്ല. വാഴക്കൊല PhDയും കവിതാ മോഷണത്തിൽ PhDയും പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് കാന്യൂ PhD, കാന്യൂനും PhD കിട്ടിയിട്ടുണ്ട്. കാന്യൂ അത് കാന്യൂ കഴിഞ്ഞ ദിവസം എന്തായാലും ഒരു ഉപകാരം ചെയ്തു. ഇവിടുത്തെ ട്രോളന്മാരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാജ്യസഭയിൽ അങ്ങ് മലയാളത്തിലേക്ക് പ്രസംഗിച്ചു. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ഗംഭീരമായ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഡോക്ടർ ശശി തരൂർ തന്നെ ആയിരിക്കും. അതെ, അതും കേരളത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ്. പിന്നെ കാന്യൂ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് വിദ്യാഭ്യാസത്തിന്റെ 2 അറ്റത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ രാജ്യസഭയിൽ ഇന്നലെ ഭയങ്കര കോമഡിയാണ്. ഈ സുരേഷ് ഗോപി വന്നിട്ട് പാട്ട് പാടി കേരളം പുള്ളി 2 പരിപാടിയൊക്കെ നിർത്തി. അപ്പൊ ഇവിടെ ഒരാൾക്ക് കുരുപൊട്ടി. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് ശ്രീകുമാരൻ തമ്പി സാർ. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാത്ത ഒരു ദിവസം പോലും. പക്ഷെ അദ്ദേഹം ഈ പ്രായം ചെന്ന സമയത്തുള്ള ജൽപ്പനങ്ങളായിരിക്കും. അദ്ദേഹം പറയുന്നത് കേന്ദ്രമന്ത്രിക്ക് എൻ്റെ പേരറിഞ്ഞുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ പാട്ട് പാടിയ കൊടുത്ത് ഞാനാ ഈ പാട്ട് എഴുതിയെന്ന് പറഞ്ഞില്ലെന്നുള്ളതാണ് പുള്ളിയുടെ വിഷയം. സത്യം പറഞ്ഞാൽ വെറുപ്പിക്കരുത് മനുഷ്യരെ. ഇതൊരു മലയാളം പാട്ടാണ്, എല്ലാ മലയാളികൾക്കും ഈ പാട്ട് അറിയാം. തമ്പി സാർ എത്രയോ നല്ല പാട്ടുകൾ മലയാളത്തിനെ കുറിച്ച്, മലയാള ഭാഷ മാധവ ഭംഗി എഴുതിയിട്ടുണ്ട്. മലയാളി പെണ്ണിന്റെ മനസ്സ്, കേരളത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇത്രയധികം എഴുതിയ മറ്റൊരു കവി ഉണ്ടോ എന്ന് മലയാള സിനിമയിൽ സംശയമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സഭാരേഖകളിലെ ഇത് വരത്തില്ലേ, ഈ പ്രസംഗം സഭാരേഖകളിൽ അവിടെ തിലകക്കുറിയായിട്ട് കിടന്നോട്ടെ. എന്തായാലും അദ്ദേഹത്തിന് പത്മ പുരസ്കാരങ്ങൾ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മുടെ സർക്കാരുകൾ ഒന്നും തന്നെ അത് ശുപാർശ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ പറയുന്ന ആർട്ട് ഇൻസ്റ്റലേഷൻ നടത്തിയ ആൾക്കാർ, SFIക്കാർ, ഇവർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഇതുങ്ങളൊക്കെ പേരിൽ ജാമ്യം കിട്ടാത്ത ഓപ്പൺ സെജനെ കേസെടുക്കണം. ഏറ്റവും നല്ല അത് കലാപമല്ലേ ശരിക്കും നടത്തിയിരിക്കുന്നത്. ഒരു പരിശുദ്ധവും പരിപാവനവുമായ ഒരു സർവകലാശാല, ഇവർക്കൊക്കെ അവിടെ അഡ്മിഷൻ കൊടുത്തവരെ വേണം തോൽക്കാനായിട്ട്. അതാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ. ഈ പറയുന്ന ആ സർവകലാശാലയിൽ അതും മഹാനായ ആദിശങ്കരന്റെ പ്രതിമയുടെ മുന്നിൽ വെച്ച് വേറൊരാളെ ആ പിന്നെ കലാലയത്തിലെ വൈസ് ചാൻസലറെ കൊണ്ടുവന്ന് കുഴിച്ചുമൂടാണ്. അവർക്ക് ജീവനോടെ കുഴിച്ചുമൂടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ അവർ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും ഈ പ്രതീകാത്മകം. പാലക്കാട് മാരാസ് കോളേജിൽ എല്ലാം ഇതുപോലെ കുഴി വെട്ടി, ഇവിടുത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ അത് കൂടാഞ്ഞിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാന്യൂ റഹീമിന്റെ വക. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, TP ചന്ദ്രശേഖരനെ വധിച്ചതിന് ശേഷം ആളെ കൊല്ലാൻ കിട്ടുന്നില്ല. അപ്പോൾ കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ മറ്റേ എന്താണ് കുരുതി നടത്താൻ പറ്റില്ലെങ്കിൽ കുമ്പളങ്ങി വെട്ടണം എന്തോ ഒരു പരിപാടിയാണ്. പണ്ട് മനുഷ്യക്കുരുതിയും കുരുതി എന്ന് പറഞ്ഞാൽ ഈ കുമ്പളങ്ങ വെട്ടണം. അപ്പൊ അതുപോലെ അത് നമുക്ക് ശാസ്ത്രം നമുക്ക് അറിഞ്ഞൂടാ. മൃഗങ്ങളെ വെട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ നിരോധിച്ചതിന് ശേഷം, മൃഗബലി നിരോധിച്ചതിന് ശേഷം പ്രതീകാത്മകമായിട്ട് കുമ്പളങ്ങ വെട്ടും. അപ്പൊ അതുപോലെ ഈ TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം അത് വലിയ തിരിച്ചടിയായെന്ന് മനസ്സിലാക്കിയ CPM നേതൃത്വം. അതിലിപ്പോ ഇവര് നാളത്തെ CPM-കാരാണല്ലോ ഇവരെല്ലാവരും. ആദ്യം നിങ്ങൾ കുഴി കിടക്കുന്ന മൂപ്പിലാനെ വലിച്ചു പോക്ക് പിണറായി വിജയനെ. അയാളെ കുഴി കിടക്കാണ്, അയാളെ ആ കുഴിയിൽ നിന്ന് വലിച്ചു പോക്കി വെളിയിലെങ്ങാനും കൊണ്ടിരുത്തി ഇതുപോലൊരു പ്രതീകാത്മക സംഭവം നടത്തിയിട്ട് പറഞ്ഞു വിട്ടാൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് വീട്ടിൽ പോയി ഈ പ്രതീകാത്മക സമരം അയാൾക്ക് നേരെ വെച്ച് പറഞ്ഞു വിട്ടാൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ പാർട്ടിയും രക്ഷപ്പെടും. അത്രേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി നമ്മൾ പിന്നീട് നമ്മൾ പറഞ്ഞത് നേതൃനിര വന്നു കഴിഞ്ഞു. അതാണ് DYFIക്ക് പുതിയ നേതൃനിര വരുമ്പോൾ ഡ്രൈവർ യദുവിന്റെ ശാപം പിന്തുടരുന്ന ഒരു യുവതി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി പഠിച്ച പണി 18 ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പാവം മേറൂട്ടിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ആരും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ് ചിന്താ ജെറോമാണ്. ചിന്താ ജെറോമിന്റെ പല കാര്യങ്ങളും നമുക്ക് യോജിപ്പുണ്ടെങ്കിലും ഈ ആ സംഘടന ഒരു പ്രവർത്തന പാരമ്പര്യം വെച്ചോ ചിന്തയ്ക്കാണ് അർഹത. ഈ ചിന്താ ജെറോമിന്റെ പേര് പറയുമ്പോൾ എനിക്ക് 1-2 കോമഡി പഴയതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവര്
ക്യൂബയിൽ പോയി. ക്യൂബയിൽ പോയിട്ട് ഇവർ ഓല 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുകയാണ്. എന്താണ്, എന്നിട്ട് ഇവർ ക്യൂബയിൽ പോയിട്ട് ക്യൂബയെക്കുറിച്ച് വർണ്ണിച്ച് ഇങ്ങനെ റീലിടുകയാണ്, യാത്രാവിവരണം ഇടുകയാണ്. അതേ സമയത്താണ് നമ്മുടെ സുജിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ ബ്ലോഗർ ക്യൂബയിൽ പോയി. അവിടുത്തെ ദാരിദ്ര്യം മൊത്തം വേസ്റ്റ് നീക്കാൻ സംവിധാനം തലസ്ഥാനത്തില്ല. അപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ പ്രമോദ് കുമാർ എഴുതുന്നത്, അതേ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പരിചയമുള്ള ചില മുഖങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ എല്ലാം നമ്മുടെ നാട്ടിൽ CPI നേതാക്കന്മാരാണ്. ഇവർ 15 പേര് ഒരു കാർബോർഡ് പെട്ടി തള്ളിക്കൊണ്ട് വരെയുണ്ട്. എന്താ സംഭവം വെച്ചാൽ ഞങ്ങൾ ക്യൂബയിലേക്ക് പോയാണ്, സഹായം കൊണ്ട് പോയാണ്. 5 പെട്ടിയേ ഉള്ളൂ, 15 പേരുണ്ട്. ഇവർക്ക് ഒരു ചായം കൊടുക്കാനുള്ള ഇവർ അവിടെയുള്ള ക്യൂബയ്ക്ക് ഇല്ല. എന്നാലും ക്യൂബ മുകുന്ദന്മാരായിട്ട് എല്ലാവരും അങ്ങ് പോവുകയാണ്. ക്യൂബ ഇവർക്ക് ഒരു പിന്നെ ചൈന. പിന്നെ ഇതുപോലെ ഈ ഇവരെ ഇദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിച്ചല്ലോ, ചെഗുവേരയെ കുറിച്ച് വിഡിതം വിളിച്ചു പറഞ്ഞില്ലേ, ബൊളീവിയൻ കാടുകളിൽ അലിഞ്ഞു തിരിഞ്ഞ് നടന്ന ചെഗുവിനെ കുറിച്ച് പറഞ്ഞ മുഴുവൻ പിന്നെ തെറ്റായിരുന്നു. ചെഗു എവിടത്തുകാരനാണെന്ന് പുള്ളിക്കാർക്ക് അറിയത്തില്ല, രാജ്യം മാറിപ്പോയി. അതുപോലെ പിന്നെ വേറെ ഇംഗ്ലീഷ് ഏതാണ്ട് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പ്രസംഗം മറ്റേ പൊതിച്ചോറ് പ്രസംഗിച്ചാണ്. പൊതിച്ചോറിനെതിരെ അവിടുത്തെ ആൾക്കാർ തന്നെ ഇറങ്ങി. പിന്നെ അച്ഛനില്ലാ നേരത്ത് എന്നുള്ള മുദ്രാവാക്യം അത് പ്രസിദ്ധമാണ്. പിന്നെ വീട്ടിൽ വെള്ളമില്ലാത്തതിന് റിസോർട്ടിൽ മുറിയെടുത്തത് താമസിച്ചത്. ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളമില്ല, റിസോർട്ടിൽ പോയി മുറിയെടുക്കാം, ഡെയിലി ഇത്ര രൂപ വിലയുള്ള. അപ്പൊ എന്തായാലും മേറൂട്ടിയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. മേറൂട്ടിക്ക് ഇപ്പൊ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കണ്ണടയൊക്കെ വെച്ച് വലിഞ്ഞേറി ചെല്ലുന്നുണ്ട് ഒരു പ്രോഗ്രാം നടക്കുന്ന പല സ്ഥലത്തും. പക്ഷേ കണ്ട ഓടിക്കളയും മറ്റുള്ളവർ. മേറൂട്ടി കാരണം കഴിഞ്ഞ ദിവസം അവിടെ കസേരയടി വരുന്നതാണ്. എവിടെ നമ്മുടെ പൂജപ്പുര ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കസേര കൊണ്ട് അടി നടന്നു. കാരണം അവിടുത്തെ ഗോപകുമാർ എന്ന് പറയുന്ന CPM-ന്റെ കൗൺസിലർ, അങ്ങേര് വളരെ ജനകീയനാണ്. അദ്ദേഹം അവിടെ 2500 വോട്ടിന് ജയിച്ചതാണ് ആ വാർഡിൽ. പക്ഷെ ആ വാർഡിൽ ശിവൻകുട്ടിക്ക് നിയമത്തെ 5 വോട്ടിന്റെ ലീഡ് മാത്രമാണ് കിട്ടിയത്. ആ കൂട്ടത്തിൽ അപ്പം ശിവൻകുട്ടി തന്നെ നേരത്തെ പറഞ്ഞു, ആര്യ രാജേന്ദ്രന്റെ വീടിനടുത്താണ്, തൊട്ടടുത്താണ്, ആര്യ രാജേന്ദ്രൻ കാരണമാണ് എന്റെ ചോദിക്കാൻ അനുമതി എന്റെ തുറന്ന ഇപ്പൊ വലിഞ്ഞു കയറിയൊന്ന് എന്നെ തോപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ഇപ്പം പ്രസിഡന്റ് ആകാൻ വന്ന സമയത്ത് പറ്റിപ്പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ പറഞ്ഞു വേണ്ടെന്ന്. കാരണം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം, അവൻ്റെ ജീവിതം ഇവരേറെക്കുറെ കളഞ്ഞതായിരുന്നു. ഭാഗ്യത്തിന് ഇത്തവണ UDF അധികാരത്തിൽ വന്നു. VD സതീശൻ അത് അർഹമായ രീതിയിൽ അയാൾക്ക് സ്ഥിരം ജോലിയൊന്നും കൊടുക്കാൻ നമുക്ക് വകുപ്പില്ല. എങ്കിൽ പോലും നിയമസഭയിലെ, അതായത് മേയറുടെ ഭർത്താവ് നേരത്തെ അംഗമായിരുന്ന, ഇപ്പം അദ്ദേഹം തോറ്റുപോയി, നിയമസഭയിലെ ബസ് ഓടിക്കുന്ന മാത്രമോ, ഈ ബസ് ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ തോറ്റവന്മാരും ഈ ജയിച്ചവന്മാരും ഇവനെ ദ്രോഹിച്ചവനും എല്ലാം അവൻ്റെ മുമ്പിൽ കൂടെ ഇവൻ കോളറൊക്കെ പുറയിലോട്ട് ഇറക്കി വെച്ച് വണ്ടി ഓടിച്ചിട്ട് പോവാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഇഷ്യൂ പൊതുജന സമക്ഷം വിചാരണ ചെയ്യപ്പെട്ടു. ഗോവിന്ദ മാഷ് അക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പ്രവർത്തന പാരമ്പര്യം അനുസരിച്ച് കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ ഈ മേയറൂട്ടേക്ക് നിന്നാലും കയറി വന്നതാണ്. CPM തെറ്റ് തിരുത്തുമെന്ന് പറയുകയല്ലാതെ ഇന്നേ ഒരു തെറ്റ് അവർ തിരുത്തിയിട്ടില്ല. തെറ്റ് ആവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ മേയറൂട്ടിയുടെ കാര്യത്തിൽ അവർ തെറ്റ് കാരണം അതുപോലെ കലിപ്പായി പോയി ശിവൻകുട്ടിയാണ് ജയിക്കുമെന്ന് വിചാരിച്ച് നിന്ന് അണ്ണൻ ദാ തോറ്റു കിടക്കും. തോക്കാൻ കാരണം ആരാ? ഒറ്റ ഒരുത്തി അവസാന നിമിഷം വന്ന് എന്റെ ജീപ്പേ കയറി അങ്ങ് നിന്നു. അതോടുകൂടി സ്ത്രീകളെല്ലാം പക്ഷേ ഇവരുടെ ഈ പിന്നെ പശ്ചാത്താപ വിവശമായ കുറ്റസമ്മതം ഉണ്ടല്ലോ, ആര്യാചന്ദ്രൻ കയറിയപ്പോഴാണ് തോറ്റതെന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പ്രതിയാക്കി അവനെതിരെ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് കേസുണ്ടാക്കി അവൻ്റെ വീട്ടിനെ നാടിനെ എല്ലാം അവൻ വീട്ടിലും നാട്ടിലും എല്ലാം അവനെ വെറും വൃത്തികെട്ടവനാക്കി. ഇതെല്ലാം ആക്കിയ ഇവർക്ക് അന്നേ അറിയാമായിരുന്നല്ലോ ഇവരുടെ ഈ മേയറൂട്ടിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. ഇപ്പോൾ അവർ ഈ ഒടുവിൽ പിന്നെ സലീംകുമാർ പറഞ്ഞ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഈ പറയുന്ന മേയറൂട്ടി ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ആ യദുവിനെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല? എന്നിട്ട് ഇപ്പം തോറ്റു തുന്നമ്പാടി ജനകീയ വിചാരണ നടന്നു, ജനസമക്ഷം നിങ്ങൾ അടിയറവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേരം വെളുത്തു, നിങ്ങളിപ്പോൾ മേയറൂട്ടിയെ അകറ്റി നിർത്തും. തെരഞ്ഞെടുപ്പിന് സീറ്റ് നേടാനുള്ള മേയറൂട്ടിയുടെ മോഹങ്ങളും അന്ന് തന്നെ മനസ്സിലാക്കി. അത് മാത്രമല്ലല്ലോ, അന്ന് ഈ പറയുന്ന ആ ചെറുപ്പക്കാരനെ കൊടുക്കാൻ വേണ്ടി ഇതിനകത്തെ മെമ്മറി കാർഡ് നശിപ്പിച്ചു ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഗണേഷ് കുമാർ ഇപ്പൊ കിടന്ന് നിലവിളിക്കുന്നു. ഒരു വശത്തുനിന്ന് കേൾക്കണം, തോറ്റു തുന്നമ്പാടി അയാള് വീണ്ടും നാശകോടലായിപ്പോ ഇവരെയൊക്കെ സഹായിക്കാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണ് ഓരോരുത്തരോടും പെരുമാറിയെന്ന് ഓർക്കണം.
അല്ല ഇവരൊക്കെ ഭയങ്കര കടുത്ത പകല് യുക്തിവാദം പറയുമെങ്കിലേ രാത്രിയാകുമ്പോൾ ഭയങ്കര ദൈവവിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ദൈവം കൊടുത്ത പണി തന്നെയാണ്. ആ CCTV ദൃശ്യങ്ങളും പൊതുജനങ്ങളും എല്ലാം കണ്ടതാണ് ആ ചെറുപ്പക്കാരനോട് ഈ പിന്നെ മറ്റേ ഇവിടെ ഹസ്ബൻഡ് മേയർ കുട്ടിയുടെ ഹസ്ബൻഡ് എന്താ പേര് ഞാൻ മറന്നുപോലോ, പേര് സച്ചിൻ ദേവ് അടക്കം ഈ റോഡിൽ നിന്നുകൊണ്ട് ആ വണ്ടിക്കകത്ത് കയറി ചൂടാകുന്നതും നിങ്ങളിരിക്കുന്ന അധികാരി, ഒരാൾ MLA ഒരാൾ മേയറും പിന്നെ നിങ്ങളുടെ ഭരണവും നിങ്ങൾ ചേർന്ന് ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തു. ഇപ്പം എന്താ സംഭവിച്ചു? ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു, അവൻ പുതിയ ജോലി കിട്ടി, അവൻ ഉയരങ്ങളിലേക്ക് കടന്നുപോയി. നിങ്ങളെ നട തേമ്പി നടക്കും. രണ്ടുപേർക്കും ഒരു പണിയില്ലാതെ തെറ്റി നടക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ. പിന്നെ വേറൊരു കാര്യം കൂടെ കേട്ടോ, ഇവർക്ക് ഈ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകണമെങ്കിൽ ഒരു 47 വയസ്സെങ്കിലും വേണം. അതാണ് അവരുടെ ഒരു കാര്യം. അപ്പൊ ഈ ചിന്താ ജെറോമിന് 10-40 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. ആദ്യത്തെ വനിതാ സംസ്ഥാന പ്രസിഡന്റ് ആണ് ചിന്താ ജെറോം എന്നുള്ളതാണ് എന്റെ വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് അത് നല്ല കാര്യമാണ് എന്തായാലും അവരുടെ യുവജന പ്രസ്ഥാനത്തിന്. ഇനിയിപ്പോ നമ്മള് ട്രോളന്മാർക്ക് ഇഷ്ടം പോലെ വിരുന്നാകുന്ന ലക്ഷണം. ഇനിയിപ്പോൾ ഈ ഒരു ഔദ്യോഗിക ഒരു പദവി ലഭിക്കുന്ന സ്ഥിതിക്ക് ഇനി പ്രതികരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഇറങ്ങും ചാനൽ ചർച്ചയ്ക്കും. എന്താണെന്നറിയാമോ, ഇത് CPM DYFI SFI ഇങ്ങനെയല്ലേ. CPM-ൽ ഗോവിന്ദ മാഷിൻ്റെ തമാശ പരിപാടിയുണ്ട്, അത് DYFI-ലുണ്ട്. SFI-ക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് സംസ്കാരം നടത്തുന്നുണ്ട്. കോമാളിക്കൂട്ടങ്ങളായി മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വിജിനാണ് സംസ്ഥാന സെക്രട്ടറി, കല്യാശ്ശേരി MLA. എം വിജയനാണ്. നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷെ ഞങ്ങളുടെ ഏക പ്രതീക്ഷ ചിന്താ ജെറോമിലാണ്. ചിന്താ ജെറോം വന്നതിന് ശേഷം ഈ DYFIക്ക് നല്ലൊരു നേതൃത്വം ഉണ്ടാകട്ടെ. എന്തായാലും റഹീം, ഈ ക്യാന്യൂ റഹീം അല്ലേ ഇപ്പൊ മാറിയത്, സ്ഥാനം ഒഴിഞ്ഞത്? അഖിലേന്ത്യാ. ഓക്കെ ശരി, പെട്ടെന്ന്. ക്യാന്യൂ റഹീമിനെ പോലെയുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മൾ ട്രോളന്മാർക്ക് കഞ്ഞൂടി മുട്ടത്തില്ല. ഇവര് ഇനിയിപ്പോൾ ചിന്താ ജെറോം വന്നതോടുകൂടി ഇനിയിപ്പോൾ ട്രോളുകളുടെ ഒരു ദിവസം തന്നെ ആയിരിക്കും. എന്തായാലും ഒരു കണക്കിന് നമ്മൾ ഈ CPM-ന്റെ പല കാര്യങ്ങളും നമ്മൾ യോജിക്കുമ്പോഴും അവർ ഈ സംഘടനാപരമായ കാര്യങ്ങൾ അവർക്ക് നിലപാടുകൾ ഈ കൃത്യമായി ഇപ്പം യൂത്ത് കോൺഗ്രസിന് അറിയാം, നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായിട്ട് ഇന്നും അദ്ദേഹം തുടരുകയാണ് എന്നാണ് പാർട്ടി തീരുമാനം. അതൊക്കെ മാറ്റിയിട്ട് സംഘടനയെ ചലിപ്പിക്കണമെങ്കിൽ സംഘടനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മന്ത്രിയല്ല വേറൊരാൾ തന്നെ വേണം എന്നുള്ള കാര്യം ഇത് കണ്ടെങ്കിലും കോൺഗ്രസ് അവരൊന്ന് പഠിക്കേണ്ടതാണ്. അതെ, എന്തായാലും അവിടെ നിന്ന് നമ്മൾ പിന്നെ പറയുമ്പോൾ ഇന്നലെ പാർലമെന്റ് സമ്മേളനം സമാപിച്ചല്ലോ. അതെ, പാർലമെന്റ് സമ്മേളനം സമാപിച്ചപ്പോൾ BJPക്ക് ഒരു ചെറിയ ക്ഷീണമല്ല, സാമാന്യം നല്ല രീതിയിൽ ഒരു ക്ഷീണം. ആഭ്യന്തരമന്ത്രി പാർലമെന്റ് ഹാജരായില്ല എന്നുള്ളത് ശരിക്കും ഒരു പ്രധാനമന്ത്രി പോലും നേരെ ചൊവ്വേ ഇവിടെ ഹാജരായിട്ടില്ല. ആഭ്യന്തരമന്ത്രി ആകെ 4 മിനിറ്റാണ് ഈ 19 ദിവസത്തെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ശരിക്കും CJP സമരം BJPയെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ ഭംഗിയായിട്ട് അത് ബാധിച്ചു. വേറെ പ്രതിപക്ഷമായ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആം ആദ്മിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് ഈ ഒരു വട്ടം പിള്ളേർ ചേർന്ന് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. CPM CPI ഒക്കെ കടന്ന് ഓടിയെങ്കിലും പിള്ളേർ പറഞ്ഞില്ല ഞങ്ങൾ പാടോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്ത് നന്ദിയുണ്ട് CPM-നോടും CPI-യോടും ഒക്കെ. ഇത് ഞങ്ങളിത് സമരം തന്നെയാണെന്ന രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും RSS മേധാവി ഇപ്പോൾ ഈ യുവതലമുറ നിരന്തരം അത്യാവശ്യം ചില സംവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, നടത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ RSS തന്നെ ഒരുപക്ഷെ BJP നേതൃത്വത്തോട് ഇത്തരം കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. അതെ, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ സഭ ചേർന്നത്. 12 മണിക്കൂർ കണ്ടാണ് ലോക്സഭ. പാർലമെന്റ് രാജ്യസഭ 37 മണിക്കൂർ ചേർന്നു. ഈ ലോക്സഭയിലൊക്കെ എന്താണ് ഇത്, ഇവര് മുങ്ങി നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി. നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും വിശുദ്ധമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു പോകണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. ഈ അമിത്ഷാ പറഞ്ഞ അതിനൊരു ന്യായീകരണം പറഞ്ഞത് ഇവന്മാരുടെ ഈ പിത്തലാട്ടത്തിന് നിന്ന് കൊടുക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് പറഞ്ഞത്. ഇവരുടെ ബഹളം കൂട്ടുന്നതിനിടയ്ക്ക് അവർ പോയത് എന്താണെന്ന് ചോദിച്ചാൽ കാരണം അവർക്ക് മറുപടി ഇല്ലായിരുന്നു. അത് സത്യമാണ്. അവിടെ പോയ ഒരു മറുപടി കണ്ടുപിടിച്ച് പറയണമായിരുന്നു. ഇവിടെ നമ്മുടെ വീഡിയോ സെഷനെ കണ്ടുപിടിക്കട്ടെ അവരെല്ലാവരും. അതെ, മറുപടി ഇല്ലായിരുന്നു. കാരണം പെല്ലറ്റ് വെച്ചുള്ള ആക്രമണം, പോലീസ് ഈ കുട്ടികളെ ക്രൂരമായി ആക്രമിച്ചു എന്നുള്ള ആ ഒരു പരാതിയായിരുന്നു വരുന്നത്. അതിനാണ് ആഭ്യന്തരമന്ത്രി സഭയിലെത്തി നേരിട്ട് ഉത്തരം പറയണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പിന്നെ മോദി ഒട്ടും പോകാഞ്ഞത് അയോധ്യ കൊള്ളയുടെ പേരിലാണ്. അയോധ്യ മോദിയുടെ ഒരു സ്വന്തം ക്ഷേത്രമായിട്ടാണ് ഈ നാട്ടിലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ അവിടെ പ്രതിഷ്ഠ നടത്തിയത്.
ഇവിടെ പിണറായി വിജയൻ വന്ന് ഇവിടെ AKG സെന്റർ പുതിയത് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അത് ഈ MAVV ചെയ്യേണ്ട സംഭവം 7 കോട്ടയ്ക്ക് വെളിയിൽ നിൽപ്പുണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് സംഭവിച്ചത്. എന്താണെങ്കിലും പാർലമെന്റ് സമ്മേളനം വർഷകാലം കഴിഞ്ഞു, ഇനി ശീതകാല സമ്മേളനം. ഇപ്പോൾ പ്രതിപക്ഷത്തിനൊരു മേൽക്കൈ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മളിത് പറയുമ്പോൾ നീയെല്ലാം കൂടെ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്താൻ വന്നതല്ലേ എന്ന് ചോദിക്കും. ഒന്നുമല്ല, രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്ന രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കും. ഇവരത് ഏറ്റവും ചെയ്തതിന്റെ കാരണം വരാതിരുന്നതിന്റെ കാരണങ്ങൾ പ്രതിപക്ഷ അവിടെ സാറിന് ഇരിക്കില്ല, അദ്ദേഹം വിദേശത്തായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം വന്നു ഇത്തവണ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി വീണ്ടും നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ട്രീ കട്ടർ ആൻഡോ ഇവിടെ മെസ്സിക്കൊള്ള വനംകൊള്ളയായിരുന്നു നേരത്തെ, ഇപ്പോൾ അതിനെ നമ്മൾ മെസ്സിക്കൊള്ള എന്നാണ് പറയുന്നത്. പാവം പിടിച്ച മെസ്സി ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വർത്തമാനം. കാരണം എന്താണെന്നറിയാമോ, ഇവർ പറയുന്നത് ഞങ്ങൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഒപ്പുവെച്ചു. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന വരുമാന മാർഗം, അല്ലെങ്കിൽ ആ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം ഈ ഫുട്ബോൾ താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ വിട്ടിട്ട് അവിടുന്ന് കാശ് മേടിക്കുക എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായ ലോകത്തെ രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളിൽ വളരെ വിചിത്രമായ ഒരു സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യമാണ്. ചില രാജ്യങ്ങൾക്ക് ടൂറിസമാണ് മെയിനെങ്കിൽ അർജന്റീനയിൽ ഇതാണ്. മെസ്സിയും ഫുട്ബോൾ താരങ്ങളുമാണ് എപ്പോഴും അവരുടെ ഒരു വരുമാനം. നമുക്കറിയാം, ഇവിടെ ബോബി ചെമ്മണ്ണൂർ മറഡോണയെ കൊണ്ടുവന്നു. ഈ മറഡോണയെ ബോബി ചെമ്മണ്ണൂർ സ്വന്തം കട ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നത്. മറഡോണയ്ക്ക് അയാൾ ഡോളറായിട്ടായിരിക്കും പ്രതിഫലം കൊടുത്തത്. അത് അവർ തമ്മിലുള്ള ഒരു അതിന് ഇവിടെ ഇപ്പം പോലീസിന്റെ സേവനം വേണമെങ്കിൽ അതിന് ഫീസ് അടയ്ക്കണം. ഇപ്പം നമുക്കറിയാം, ശബരിമലയിൽ പോലീസ് സേവനം ചെയ്യുന്നു, എല്ലാ വകുപ്പും സേവനം ചെയ്യുന്നുണ്ടല്ലോ, ഇവർക്കെല്ലാം പ്രത്യേകം പണം അടയ്ക്കണം. ഇത് പോലീസ് ചെയ്യുന്ന സേവനത്തിന് അവർക്ക് ഭക്ഷണവും കൊടുക്കണം, അവരുടെ സേവനത്തിനുള്ള പണവും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് വെറുതെ അല്ല അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മറഡോണയെ. എന്നിട്ട് ഈ പക്ഷേ ഇയാള് എനിക്ക് തോന്നുന്നു ഈ ബോബി ചെമ്മണ്ണൂർ പറ്റിക്കാത്ത ഏക മനുഷ്യൻ മറഡോണയായിരിക്കും. ഇനി അറിഞ്ഞൂടാ മറഡോണയെ പറ്റിച്ചിട്ടുണ്ടോ, മുൻകൂർ കാശ് കിട്ടി എല്ലാം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലേ വരുള്ളൂ. അതെ, മറഡോണ വന്നതിന് ശേഷം. പക്ഷെ അയാള് മറഡോണയ്ക്ക് വേണ്ടി 1 കോടി രൂപ ചെലവഴിച്ചെങ്കിൽ അയാൾ 10 കോടി രൂപയുടെ പരസ്യം ചെയ്തിട്ടുണ്ട്, പരസ്യം ഉണ്ടാക്കി. കാരണം മറഡോണ എന്ന് പറയുന്ന ഒരാൾ മെസ്സിയേക്കാളിലൊക്കെ ശരിക്കും മലയാളിക്ക് പ്രിയങ്കരൻ മറഡോണ തന്നെയാണ്. ഇപ്പോഴാണ് പുതുതലമുറയ്ക്കാണെങ്കിൽ പോലും ഡീഗോ മറഡോണ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ നീ ആരുടെ മറഡോണയാണോ എന്ന് ചോദിക്കുമായിരുന്നു പന്ത് കളിക്കാൻ പോകുന്നത്. അതുപോലെയാണ് ഈ മറഡോണയെ നമ്മൾ സ്നേഹിച്ചിരുന്നത്. അങ്ങനെയാണ് ഇയാളുടെ ഒരു ജുവലറിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇയാളെ കൊണ്ടുവന്നു. എന്നിട്ട് ഇയാൾ ബോബി മറഡോണ ജുവലറി എന്നതിന് പേര് വിട്ടു. മറഡോണ അറിഞ്ഞു കാണുമോന്ന് തമ്പുരാൻ അറിയാം. എന്താണെങ്കിൽ അയാൾ അത് മുതലാക്കിയെടുത്തു. പക്ഷേ ഈ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നത്, ഇവര് കൊണ്ടുവന്നത് എന്താണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തിയത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട്. മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെതായ സ്റ്റാഫും കാര്യങ്ങളും സെക്രട്ടറിയൊക്കെ എല്ലാവരും ഉണ്ട്. അല്ല, മെസ്സി കളി പിടിക്കുന്നതും ഇതുപോലുള്ള പരസ്യ പരിപാടികൾക്ക് പോകുന്നതും സൗഹൃദ മത്സരത്തിന് പോകുന്നതും സ്വന്തം നിലയിലാണ്. അതിന് അയാൾക്ക് സ്വന്തം ടീമുണ്ട്, മാനേജ്മെന്റ് ടീമുണ്ട്. ആ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് മെസ്സിക്ക് എത്ര കൊടുക്കും എന്നുള്ളതാണ് അവരുടെ. മെസ്സിക്ക് കൊടുക്കുന്ന അനുസരിച്ചാണ് മെസ്സി വരുന്നത്. ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ ഇവർ പോയി ബുക്ക് ചെയ്താൽ അവർ ചിലപ്പോൾ വരുമായിരിക്കാം. ചിലപ്പോൾ അവിടുത്തെ അണ്ടർ-17 പിള്ളേരെ പറഞ്ഞു വിടുമായിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് സീനിയർ ടീമിലെ 1-2 പേരെ പറഞ്ഞു. മെസ്സി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല, ഇത് കാര്യത്തിലേക്ക് കടന്നിട്ടില്ലല്ലോ. അതെ. അപ്പൊ ഇന്നിപ്പോ പുറത്തു വന്ന വലിയ ഒരു രസകരമായ ഒരു വാർത്തയാണ്. ഈ ആൻഡപ്പൻ ഉണ്ടല്ലോ, അതായത് ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സിൽ ഏറ്റവും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഏറ്റവും വലിയ കള്ളനായിട്ട് അറിയപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ. ഈ ആൻഡോ അഗസ്റ്റിനെ GST പൊക്കിയായിരുന്നു. GST ഇന്റലിജൻസ് അവരുടെ കാഞ്ഞങ്ങാട് ഓഫീസ്, അവരാണ് ഇത് കേസെടുത്തിരിക്കുന്നത്. ആദ്യം അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്, ആ മേഖലയിലെ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ തട്ടി മുഴുവൻ കണ്ടുപിടിച്ചത്. പക്ഷേ അയാളെ കഴിഞ്ഞ പിണറായി സർക്കാർ കേരളം മുഴുവൻ ഓടിക്കായിരുന്നു എന്നാണ് കേട്ടത്. അതെ, അയാളെ ഓടിച്ചോടിച്ചയാളുടെ ഇടപാട് തീർത്തു. അപ്പൊ ഇതിനിടയ്ക്ക് ചില ആൾക്കാർ വന്നിട്ട് ഇന്നലെ വന്ന് നമ്മുടെ ആരോ ഇതുപോലെ നമ്മൾ പറഞ്ഞതിൻ്റെ അടി കമന്റ് ഇട്ട്, വിഡിത്തം പറയരുത്, ഈ GST ഉദ്യോഗസ്ഥനെ എങ്ങനെ കേരളത്തിന് ഓടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തിരിച്ചറിയണം, 2 GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, സെൻട്രൽ GST ഉണ്ട്. സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. അതായത് പഴയ വാണിജ്യ സേവന നികുതി തിരുവനന്തപുരത്ത് അത് കരമനയിലാണ് GST ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ GST ഓഫീസിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് കണ്ടെത്തിയിട്ട് ഇയാൾക്ക് കഴിഞ്ഞ വർഷം തന്നെ നോട്ടീസ് കൊടുത്തു ഹാജരാകാൻ. ഇയാൾ അവരെ പിണറായി മുഖേന, കാരണം പിണറായിക്ക് വേണ്ടി ചെയ്തതാണല്ലോ അത്. ഇന്നല്ല ഈ GST-കാരോട് എന്ന് പറഞ്ഞു, ഇത് പിണറായി വിജയൻ പറഞ്ഞിട്ട് ചെയ്താന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ആ GST-കാർ വിളിച്ചു, ഇയാൾ പോയെന്ന് മാത്രമല്ല, വിളിച്ചവനെ ഇവിടുന്ന് പറപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ
കർശന നിലപാടെടുത്തു. ധനവകുപ്പ് ധനവകുപ്പ് കർശന നിലപാടെടുത്തു. GST കുടിശ്ശിക പിടിക്കാൻ ഇയാൾക്ക് നോട്ടീസ് കൊടുത്തു, വിളിച്ചു. എന്തുകൊണ്ട് അടച്ചില്ല? വളരെ വിചിത്രമായ ഉത്തരങ്ങൾ. 18 എണ്ണത്തിന് പോലും മറുപടി പറയാൻ ടിയാന് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ടിയാൻ വിയർത്ത് കുളിച്ച് വിറച്ചാണ് അവിടെ ഇറങ്ങിപ്പോയത്. എന്താണ് സംഭവം? അറിയാൻ പാടില്ലാത്ത നിയമങ്ങൾ GST ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് പഠിപ്പിച്ചു. ഇദ്ദേഹം ചെന്നിട്ട് ആദ്യമേ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ഞങ്ങൾക്ക് നിലനിൽക്കത്തില്ല, ഇത് ഞങ്ങളുടെ പേര് നിലനിൽക്കില്ല. അതെന്താണെന്ന് അവർ വെച്ച് പറയാം. ഞങ്ങൾ അവർക്ക് പൈസ കൊടുത്തെങ്കിലും സേവനം കിട്ടിയില്ല. കിട്ടാത്ത സേവനത്തിന് ഞങ്ങൾ എന്തിന് GST തരണം? ഇപ്പം ചേട്ടാ, ഇപ്പം നിങ്ങൾ കോവി ഹൗസിൽ പോയി ഒരു ചായ ഒരു കടിയും മേടിച്ചു വെച്ചു. നിങ്ങൾക്ക് ഒരു കടി കടിച്ചപ്പം ഇത് കൊള്ളത്തില്ല, നിങ്ങളവിടെ താത്തു വെച്ചു. പക്ഷെ നിങ്ങൾക്ക് അവർ അതിൻ്റെ ബില്ല് തരും. എനിക്ക് തിന്നാത്ത സാധനത്തിന് ഞാൻ ബില്ല് മേടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ആ ബില്ലിൽ എന്തുണ്ട്? SGST ഉണ്ട്, സ്റ്റേറ്റ് GST. നിങ്ങൾ വാങ്ങിച്ച സ്ഥിതിക്ക് നിങ്ങൾ തിന്നാലും തിന്നില്ലെങ്കിലും നീ GST അടച്ചാൽ പറ്റും. അതൊരു സിമ്പിൾ ഉദാഹരണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞല്ല, എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാം. അപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് കളി നടന്നാലും സേവനം നടന്നാലില്ലേ കാശ് വെക്കള കാശെന്ന് പറഞ്ഞു. 22 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറയാണ്, ഞങ്ങൾക്ക് കളി നടക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങളിത് അടയ്ക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം കാശ് അടയ്ക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരാതി തരിക. ഞങ്ങൾക്ക് കളി നടന്നില്ല, സേവനം ലഭിച്ചില്ല, ഇത് കേസ് കിടക്കുകയാണ്, അപ്പോൾ പരിഗണിക്കാം. അപ്പോൾ പുള്ളി അന്നേരം അത് പുള്ളിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ, ടാക്സ് ഫ്രീ ആണ്. ഇത് ഞങ്ങളുടെ ഈ പരിപാടി കേന്ദ്ര സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് GST ബാധകമല്ല. അപ്പം അവരവസാനം പറഞ്ഞു, ഇതേ കേന്ദ്ര സർക്കാർ വിനോദ നികുതി നിന്ന് ഒഴിവാക്കിയിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്. ഈ ഫുട്ബോൾ കളിയൊന്നും ആരും ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് ടാക്സ് ഫ്രീ അല്ല, ടാക്സ് അടച്ചേ പറ്റും. അപ്പോൾ വീണ്ടും പെട്ടു. ഏറ്റവും മറ്റേതായിരുന്നു ഏറ്റവും രസം. 126 കോടി രൂപ വിദേശ കമ്പനിക്ക് കൊടുത്തു. ഈ കമ്പനിക്ക് കൊടുത്തതിൻ്റെ രേഖകൾ, നിങ്ങൾ പണം അടച്ചു, രേഖ കൊണ്ടുവരൂ. രേഖ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്, മൊത്തം സാധനമുണ്ട്. എൻ്റെ കയ്യിൽ ഇതിലുണ്ട്. ഇത് ശങ്കരാടി പറഞ്ഞ പോലെ ഇതിലുണ്ട്. എന്താണ്? അവസാനം പറയും, കൊണ്ടുവന്നില്ല കേട്ടോ, വീട്ടിലിരിക്കുക, മറന്നുപോയത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വരുന്നതാണ്. അപ്പം 1 കൊല്ലമായില്ലേ നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടെന്ന് ചോദിച്ചു. കാരണം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നോട്ടീസ് കൊടുത്തു. ഇത്രയും നാൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ആശാൻ ആകെ ഒറ്റ ഉത്തരവിനെ പറയാനുള്ളൂ. ഇത് തായ്ക്കണ്ടി ട്രീ കട്ടർ ജോയിന്റ് വെഞ്ചർ സംരംഭമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ടീം വരുന്നുണ്ട്, നിങ്ങൾ ഇതിനെ സ്പോൺസർ ചെയ്യണമെന്ന്. അപ്പം ഞങ്ങളതങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇവർ തന്നെയാണ് സംഘാടകരും, ഇവർ തന്നെയാണ് സ്പോൺസറും. ഇപ്പോൾ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിനകത്തെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ആ റോളിലാണ് ഇപ്പൊ കേസ്. ഇവർ പറഞ്ഞ ന്യായം അതാണ്, സർക്കാരിന്റെ ഒരു വശം നഷ്ടപ്പെട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് അത്ര വിഷമം എല്ലാവരും ചോദിക്കുന്നത്. സർക്കാരിന്റെ 22.5 കോടി രൂപ GST നഷ്ടപ്പെട്ടു, പോയി. 13.5 ലക്ഷം രൂപ മന്ത്രി 2 ചിങ്കടികളും എല്ലാം കൂടെ ബ്രസീലിൽ പോയി. സ്പെയിൻ കാണാൻ പോയ വഴിക്ക് അത് പോയി. എനിക്ക് തോന്നുന്നു ഇതിന്റെ കമ്മീഷനായിരുന്നു തോന്നുന്നു ഈ സ്പെയിൻ സന്ദർശനം, അതായിരിക്കണം. അപ്പൊ അങ്ങനെ അത് പോയി. പിന്നെ അതിലെല്ലാം ഉപരി കരാർ ഒപ്പിടുന്നതിന് മുമ്പ്, അതായത് സർക്കാർ ഇതിൻ്റെ ഔദ്യോഗിക എഴുത്തുകുത്തുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവന്മാർ പോയി കരാർ ഒപ്പിട്ടു. അതായത് സർക്കാർ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, സർക്കാർ ഇതിനെക്കുറിച്ച് വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് യാഥാർത്ഥ്യമായിട്ടില്ല, കരാർ യാഥാർത്ഥ്യമായിട്ടില്ല, ഒന്നും ചെയ്യുന്നതിന് മുമ്പ് ഡിസംബറിലാണ് ഇവർ പോയി ഒപ്പിടുന്നത്. ഇത് മാത്രമല്ല, ഇത് രസകരമായ വേറെ സംഭവം ഉള്ളത്, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇംഗ്ലീഷ് സംസാരിക്കാറ് നമ്മുടെ മലയാളത്തിൽ സിനിമ നടന്നാൽ അറിയാവുന്നുള്ളതെന്ന് പണ്ട് പറഞ്ഞതുപോലെ ഈ ടീമുമായിട്ട് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ ഒരു കോളേജ് അധ്യാപിക മാത്രമേ അറിയാവൂ. മെയിൽ അയച്ചു കൊടുക്കുന്നു, അവരാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അതിലെല്ലാം കോമഡി എന്തോ, ഇംഗ്ലീഷിലല്ല അവരുമായിട്ട് ആശയവിനിമയം, സ്പാനിഷ് ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. അവരുടെ ആശയവിനിമയം എഴുത്തുകുത്തല്ല, സ്പാനിഷ് ഭാഷ വഴിയാണ്. അപ്പോൾ കോമഡി അവിടെയല്ല. ഈ പറഞ്ഞ ആൾക്കാർ, അതായത് ട്രീ കട്ടറും ഈ AFIയുമായിട്ട് ഒപ്പിടുന്നു. അതിനകത്ത് എല്ലാം ഡിജിറ്റൽ പരിപാടിയാണ്, ഡയറക്റ്റുള്ള ഒപ്പില്ല. ഇത് പിന്നെ നമ്മുടെ പണിക്കറുണ്ടല്ലോ, ശ്രീത്ത് പണിക്കർ നേരത്തെ ഓരോ പോസ്റ്റ് ഇട്ടിട്ട് അടിയിൽ പണിക്കർ ഡിജിറ്റൽ ഒപ്പ് എന്ന് എഴുതി വെക്കുമായിരുന്നു, ഡിജിറ്റൽ ഒപ്പ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് ഡിജിറ്റൽ ഒപ്പാണ്. ആരാ ഇട്ടെന്നറിയാവോ? നമ്മുടെ ഷറഫ് അലി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്. സത്യത്തിൽ ഏറ്റവും വലിയ കുഴി പോയി കൊണ്ടിരിക്കുന്ന ആ പാവം പിടിച്ചോ. ഇന്നലെ രാത്രി നിങ്ങളെങ്കിലും ഏഷ്യാനെറ്റിലെ ചാനൽ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ
ഈ പാവപ്പെട്ട ഷറഫ് അലി അവിടെ വന്നിരുന്ന് പെട്ട പാട് കണ്ട് നമ്മൾ ആ പാടെ ഞെട്ടിപ്പോയി. ഷറഫ് അലി ആരാധിച്ചിരുന്ന ഫുട്ബോൾ താരമായിരുന്നു ഷറഫ് അലി പറയാണ്, ഞാൻ യാൻ്റെയോട് സുഹൃത്താ, എന്നോട് പറഞ്ഞ് സാക്ഷിയായിട്ട് ഒപ്പിടണം, ഞാൻ വ്യക്തിപരമായ നിലയിൽ ഒപ്പിട്ടത്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിപരമായ നിലയിൽ ഒപ്പിടുമ്പോൾ നിങ്ങൾ ആരായിരുന്നു? അത് ഞാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. അതിന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? ഷറഫ് അലി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഈ സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞ സ്വകാര്യ സംഘടനയല്ല, സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അതെ, സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി അല്ലേ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ഇതിന്റെ ഫണ്ടല്ല എവിടെ നിന്നാണ്? സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ഷറഫ് അലി എന്ന് പറഞ്ഞ വഴിയെ പോയ ആളല്ലല്ലോ ഒപ്പിടേണ്ടത്. ഇത് വസ്തു കച്ചവടമോ മരത്തടി കച്ചവടമോ ഒന്നും അല്ലല്ലോ ഇതിനടിയിൽ ഒപ്പിട്ട് വെക്കുക. എന്തായാലും ഷറഫ് അലി കുടുങ്ങി. ഇപ്പൊ പ്രതികളുടെ എണ്ണം 4 ആയി, ഇല്ലയോ? 4 അല്ല 5 ആയി. 1-ാം പ്രതി പിണറായി വിജയൻ, 2-ാം പ്രതി കായിക മന്ത്രി, 3-ാം പ്രതി ജയതിലക്, 4-ാം പ്രതി ആൻ്റപ്പൻ, 5-ാം പ്രതി സാക്ഷിയായിട്ട് വന്ന ഷറഫ് അലി. എന്തായാലും ആ പാവം പിടിച്ചവൻ, നമുക്കറിയാം ഷറഫ് അലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ ഒരു ഇതിഹാസ താരം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഹവിൽദാറായിട്ട് പോലീസിൽ കയറുന്നു. കേരള പോലീസിന്റെ ആ സമ്പത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ സുവർണകാലം. ഇപ്പൊ അങ്ങനെ ഒരു കാലമില്ല. കാരണം സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ഇപ്പൊ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇപ്പൊ അതാണ്ട് ഷിന്നുച്ച ജിമ്മന്മാരെ കയറ്റി വിട്ടു. ഇതിനൊക്കെയാണ് സ്പോർട്സ് കോട്ട ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ടങ്ങല്ല. MK ജോസഫ് എന്ന് പറഞ്ഞ DGP ആണ് കേരളത്തിനൊരു പോലീസിനൊരു ടീമിനെ ഉണ്ടാക്കുന്നത്. പോലീസ് ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്ലാമറുള്ള ടീമായിരുന്നു. ഈ ഗ്ലാമറുള്ള ടീമിനെ കാണാൻ നമ്മൾ ഉറക്ക വിളച്ചു. അല്ലാതെ എല്ലാം നടന്നത് അദ്ദേഹം ഏതൊക്കെ പദവിയിൽ ഡിപ്പാർട്ട്മെന്റ് ഇരുന്നുണ്ട് അവിടെ എല്ലാം അദ്ദേഹം സ്പോർട്സിന് ടീം ഉണ്ടാക്കും. KSRTC MD ആയിരുന്നപ്പോൾ അദ്ദേഹം നാടക ട്രൂപ്പ് ഉണ്ടാക്കി. KSRTC കലാകാരന്മാരെ വെച്ച് അങ്ങനെയുള്ളവർ അന്നുണ്ടായിരുന്നു. അച്ചങ്കരി ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ എന്താണെങ്കിലും ശരി, അങ്ങനെ അന്ന് കേരളത്തിന്റെ VP സത്യന്റെയും CV പാപ്പച്ചന്റെയും ഗുരുകേഷ് മാത്യുവിന്റെയും തോബിയാസിന്റെയും അഷീമിന്റെയും KT ചാക്കോയുടെയും ഒക്കെ കൂടെ, IM വിജയന്റെയും ജോപോൾ അഞ്ചേരിയുടെയും ഒക്കെ കൂടെ കേരള പോലീസിന്റെ സുവർണ താരമായിരുന്ന ആളാണ് ഷറഫ് അലി. പ്രത്യേകിച്ചും ഡിഫൻഡർ ആയിരുന്നു, പ്രതിരോധ നിരയിലെ അധികായൻ. ഷറഫ് അലിയെയും സത്യനെയും ഒന്നും വെട്ടിച്ച് ഒരാളും ബോളുമായിട്ട് അകത്തോട്ട് പോകത്തില്ല. പക്ഷെ ഇവിടെ ഷറഫ് അലിയുടെ പ്രതിരോധം തകർത്ത്, ഡിഫൻസ് തകർത്ത് അയാളെ പിടിച്ചതിനകത്തിട്ട് ഇന്നലെ ആ പാവം പിടിച്ച വന്ന് ചാനലിന്റെ മുമ്പിൽ നിന്ന് മെഴുകുന്ന കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം. പുള്ളി തപ്പിത്തറയുന്നുണ്ട്. അവസാനം പുള്ളിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്രീത്ത് പണിക്കരെ പോലെ ആൾ അപ്പുറം ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായി ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ഫുട്ബോളർ ഒരു കോഴക്കേസിൽ അവസാനം വന്ന് പെടുകയാണ്, ഒരു അഴിമതി കേസിൽ വരികയാണ്, ഒരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ വരികയാണ്. അവമാനിതനാക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ ഒരു പെരുമാറി കഴിഞ്ഞാൽ സർക്കാർ. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിനെയൊക്കെ മറപിടിക്കാനായിട്ട് മുഖ്യമന്ത്രി VD സതീശനെതിരെ അയാൾ ഒരു MDMA കേസ് പ്രതിക്കൊപ്പം നിൽക്കുന്നു എന്ന പേരിൽ ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യമാണ്, അദ്ദേഹം മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല. അയാളെ എനിക്കറിയാം, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എനിക്കൊപ്പം ചിത്രം എടുത്തിട്ടുണ്ട്, ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ അയാളെ വിളിച്ചിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹം സമ്മതിക്കും. അതെ, ഇവരിതെ കടിച്ചു തൂങ്ങിക്കിടന്ന് അദ്ദേഹത്തെ ഇല്ലായ്മയുള്ള ഒരു ശ്രമമാണ് നടത്തുക. പക്ഷെ നിങ്ങളുടെ ഈ ശ്രമം ഏൽക്കില്ല. ട്രീ കട്ടർക്ക് വേണ്ടി 2-3 സാമന്ത രാജാക്കന്മാരുണ്ട്. കൈരളി, ന്യൂസ് മലയാളം, അതുപോലെ ബിഗ് ടിവിക്കാർക്ക് പിന്നെ അവരോടൊരു ചെറിയ ചായവുണ്ട്. ഇനി ഇതെല്ലാം പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ശരി, VD സതീശനെ ഒന്നും തൊടാൻ പോലും നിങ്ങൾക്കാർക്കും കഴിയില്ല. നിങ്ങൾ ഈ ഫോട്ടോയെ തൂങ്ങി കിടക്കത്തേ ഉള്ളൂ. മസിയെ കൊണ്ടുവരുന്ന തട്ടിപ്പ് കേസിൽ നിങ്ങൾ കൂടും കൊടുക്കുകയും തൈക്കട്ടി കൊടുക്കുക അടക്കം പെടാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത എന്ന് പ്രേക്ഷകരോട് പറയുന്നു. നാളെ നമുക്ക് അവധിയായതുകൊണ്ട് നാളെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകും. ഇപ്പൊ തുടർച്ചയായി 2 ദിവസം, നാളെയും മറ്റന്നാളും സ്റ്റോക്ക് ഉണ്ടാവുകയില്ല. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.